ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, എഡിറ്റിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ ഇത് സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ടൂൺമി ആപ്പാണ്. ടൂൺമി ആപ്പ് നമ്മുടെ ഐഫോണിലും ആൻഡ്രോയിഡിലും ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതിൻ്റെ ലോഗോ മാറ്റമുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനമെല്ലാം മുക്കാൽ ഭാഗം ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ടൂൺമി ആപ്പ് നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടൂൺമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ദാട്ട് ടൂൺമി ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആപ്പ് സ്റ്റോറിലാകുമ്പോൾ ഈ ഒരു ലോഗോ ആയിരിക്കില്ല, ലോഗോ മാറ്റം ഉണ്ടാവും, ലോഗോ വേറൊരു ലോഗോ ആയിട്ടുണ്ടാകുക. അപ്പോൾ ടൂൺമി കാർട്ടൂൺ ഫ്രം ഫോട്ടോസ് എന്നുള്ള ഈ ഒരു ആപ്പ് എടുക്കുക. അപ്പോൾ അതങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കിട്ടുക. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുമ്പോൾ അഗ്രി ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഗ്രി ചെയ്ത എലോ വരുന്നു, ഡോൺ എലോ വരും. അപ്പോൾ നമ്മൾ എലോ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ കയറിയാൽ കുറേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടാകും. കുറേ എഡിറ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. പല രീതിയിൽ നമുക്ക് കാർട്ടൂൺ ടൈപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മളതിൽ ഫോട്ടോസിൻ്റെ ചിഹ്നത്തിൻ്റെ ഞെക്കുക, അതിൽ കയറിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുക. അപ്പം എൻ്റെ ഓൾറെഡി ഇവിടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്രി ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ആക്കുക. നമ്മളിതാ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഈ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളതാ കാർട്ടൂൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പരസ്യമൊക്കെ വരും. അപ്പോൾ നമ്മൾ ടൂൺമി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ടൂൺമി എന്നുള്ളതിൻ്റെ അവിടെ ഞെക്കിയാൽ ഒരു പേര് പോകുന്നതാണ്. അപ്പോൾ ഐഫോണിൽ ആ പേര് പോവും, പക്ഷേ ആൻഡ്രോയിഡിൽ അത് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഫുള്ള് അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം ഫോട്ടോ വെക്കേണ്ടത് അതൊക്കെ നമ്മൾ കാർട്ടൂണിലാക്കുക. അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിതും പിന്നെ രണ്ട് വേറെ ഐഷുവിൻ്റെ അസിലിൻ്റെയും വേറെ ഫോട്ടോ ഞാൻ അതുപോലെ കാർട്ടൂൺ രൂപത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇൻഷോട്ട് കയറിയിട്ട് നമ്മൾ ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് വൈറ്റ് കളറാക്കി കൊടുക്കുക. വൈറ്റ് കളറാക്കി കൊടുത്തിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ലെങ്ത്താക്കി കൊടുത്ത് നമ്മൾ ആദ്യം വെച്ച കാർട്ടൂൺ രൂപത്തിലാക്കി വെച്ച ഫോട്ടോ എടുത്തിട്ട് നമ്മളത് എടുത്തിട്ട് കട്ടൗട്ട് എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ കട്ടൗട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് ഒരു കളറില്ലേ, ആ വൈറ്റ് കളർ പോയി കിട്ടും. അങ്ങനെ നമ്മളിത് ആ കട്ടൗട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളതങ്ങനെ വെക്കുക. കുറച്ച് എത്രയാണ് നമുക്ക് വേണ്ടത് അത്രയായിട്ട് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ലെവലാക്കി കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടൂൺമി എന്നുള്ള പേര് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കട്ടൗട്ട് ചെയ്യുമ്പോൾ ആ ടൂൺമി എന്നുള്ള പേര് മായുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ എടുത്തിട്ട് കട്ടൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിലിൻ്റെ ഫോട്ടോ എടുത്ത് കട്ടൗട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അതുപോലെ തന്നെ ആയിഷുവിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് കട്ടൗട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അതുപോലെ 3 അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളെ ഫുൾ മുക്കാൽ ഭാഗം പണിയും കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ആയിഷുവിൻ്റെ അസിലിൻ്റെയും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ആയിഷുവിൻ്റെത് അപ്പുറത്തെ സൈഡ് ആയിപ്പോയപ്പോൾ ഒരു ഇതായിട്ടില്ല, വൃത്തി വന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ആ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ആളെ മാത്രമേ വെച്ചിട്ടുള്ളൂ, വീട്ടുകാരെയൊന്നും വെച്ചില്ല. അപ്പോൾ നമ്മൾ 4 ആളെ മാത്രം വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ ആയിഷുവിൻ്റെ അസിലിൻ്റെ അങ്ങനെ നമ്മൾ 4 ആൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുക്കാൽ ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് മാറ്റാം. അപ്പോൾ ഞാൻ ക്യാൻവാസ് മാറ്റിയിട്ട് ഫുള്ളായിട്ടുള്ള ഒരു ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് ആദ്യം നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ മോഡൽ ക്യാൻവാസ് ആയിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ട് നേരെ ഉള്ള ഒരു ക്യാൻവാസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആയിഷുവിൻ്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചപ്പോൾ ക്ലിയറായി, ഓക്കെ ആയി. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഞങ്ങളത് വെപ്പിക്കരുത്. അങ്ങനെ നമ്മളത് അടിപൊളിയായിട്ടായിട്ടുണ്ട്. അങ്ങനെ ക്യാൻവാസും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഐഫോണിലും ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, ഇൻഷോട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ ടൂൺമീൽ എന്ന് പറയുമ്പോൾ ഐഫോണിൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ടൂൺമീൽ ഞാൻ
ടൂൺമി ഐഫോണിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാതിരുന്നത്, ആൻഡ്രോയിഡിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഐഫോണിൽ ആൻഡ്രോയിഡിൽ രണ്ടിലും ഒരുപോലെ തന്നെയാണ് ബാക്കിയുള്ള വർക്കൊക്കെ. അപ്പോൾ ഐഫോണിൽ നമ്മുടെ ടൂൺമി ആപ്പിൻ്റെ പേര് കളയാൻ പറ്റും എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഫാമിലിന്ന് എഴുതിയിട്ട് അത് കുറച്ചും കൂടി ക്ലിയർ ആക്കി നല്ല ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഡിസൈൻ എന്നൊന്നും ഇല്ല, ഒരു ബ്ലാക്ക് കളറിൽ എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ ബോർഡറും മറ്റും ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ഫാമിലിന്ന് എഴുതിയിട്ട് ഇതാ ലവും കൊടുത്തിട്ട് നമ്മൾ അതിന് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ ആക്കിയിട്ട് ഇതാ മേലയിൽ വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ എഡിറ്റിംഗ് ആണ്. പിന്നെ നമ്മളത് സേവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പാട്ട് വെക്കണമെങ്കിൽ പാട്ട് വെക്കണമെങ്കിൽ എന്നല്ല, പാട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ പാട്ട് വെക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ പാട്ട് വെക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ അങ്ങനെ സേവ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഈസി പരിപാടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായോ എന്ന് പറയാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത വീഡിയോ നമ്മൾ ഗാലറി പോയിട്ട് ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഈസി പരിപാടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.